തലമുടി ശരി പറഞ്ഞ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു വൈകുന്നേര വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. മുമ്പ് ഞാൻ നട്ട ആ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഇപ്പം അത്യാവശ്യം നന്നായി തന്നെ വളർന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒന്നിലും കായ് പിടിച്ചിട്ടില്ല. ഇപ്പം ഏകദേശം ഒരു 2-2.5 വർഷത്തോളായില്ലേ. ഈ ഒരു പീനട്ട് ബട്ടർ ഉണ്ടല്ലോ, ഇത് എപ്പോഴും നന്നായിട്ട് കായ്ക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് കായ് കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് അറുത്ത് പഴുക്കാൻ വേണ്ടി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ മരത്തിൽ നിന്നുങ്ങാണ്ട് പഴുത്ത് കഴിഞ്ഞാൽ കിളികൾ കൊത്തിക്കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് ഒരെണ്ണം പോലും മര്യാദക്ക് കഴിക്കാൻ കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ളത് കുറച്ച് പറിച്ചെടുത്തിട്ട് ബാക്കി കിളികൾക്കും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് പറിക്കാൻ വേണ്ടി പോയപ്പോൾ ആഫിക്കും എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ പീനട്ട് ബട്ടറൊക്കെ ഒന്ന് പറിച്ച് വെക്കുകയാണ്. കിട്ടിയോ? അപ്പിച്ചിന് കിട്ടിയോ? ആഫിക്ക് കിട്ടിയാ? അങ്ങനെ ഇത്രയും പീനട്ട് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ പഴുത്ത പോലെ തോന്നണില്ലേ? ഇത് പഴുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു ചെറിയ റെഡ് കളറിൽ വരും. അപ്പോഴേ അത് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് ചാമ്പയ്ക്കും കൂടെ പറിച്ചെടുത്തിട്ടുണ്ട്. ചാമ്പയ്ക്കും ഇങ്ങനെ അധികമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. വൈകുന്നേര വിശേഷങ്ങളിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടെ പരിചയപ്പെടുത്താം. മുമ്പ് ഞാൻ അഗാറോൻ്റെ ഹൈ പ്രഷർ കാർ വാഷർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ നമ്മുടെ കാറിൻ്റെ എക്സ്റ്റീരിയർ മാത്രം ക്ലീൻ ആയാൽ പോരല്ലോ, ഇൻറ്റീരിയർ കൂടെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അഗാറോൻ്റെ തന്നെ ഒരു കോർഡ്ലെസ് റീചാർജബിൾ കാർ വാക്വം ക്ലീനറാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഇതിന്. 100 വാട്ട്സിൽ വർക്ക് ചെയ്യുന്ന പവർഫുൾ കോപ്പർ മോട്ടറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. 5.5 കിലോ പാസ്കൽ സെക്ഷൻ പവറാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. ഫ്രണ്ട് സൈഡിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഡസ്റ്റ് കളക്ട് ചെയ്യാനുള്ള ഭാഗം കാണാം. മുകളിലായിട്ട് പവർ ഓൺ ചെയ്യാനുള്ള സ്വിച്ചും ബാറ്ററി ചാർജ് ലെവൽ അറിയാനുള്ള ഇൻഡിക്കേറ്ററും പിന്നെ സർക്കിൾ ഷേപ്പിലുള്ള പുഷ് സ്വിച്ചും കാണാം. ഈ പുഷ് സ്വിച്ച് പ്രസ് ചെയ്താൽ ആ ഡസ്റ്റ് കളക്ടർ ഭാഗം ഇതുപോലെ നമുക്ക് മെയിൻ യൂണിറ്റിൽ നിന്ന് വേർപ്പെടുത്തി എടുക്കാം. ഇതിനകത്തായിട്ട് ഒരു ഫിൽറ്റർ കാണാം. വാഷബിൾ ആയിട്ടുള്ള സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഫിൽറ്ററാണിത്. ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഹോസോ ക്രിവേസ് നോസിലോ മൾട്ടി പർപ്പസ് ബ്രഷോ ആവശ്യാനുസരണം കണക്ട് ചെയ്ത് കാറിൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ബ്രഷ്, അതുപോലെ വാറണ്ടി കാർഡ്, യൂസർ മാനുവലും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ മെയിൻ ഡിവൈസിന്റെ ബാക്ക് സൈഡിലായിട്ട് പവർ അഡാപ്റ്റർ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ട് കാണാം. കൂടെ ഒരു ക്യാരി ബാഗും കൊടുത്തിട്ടുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഇതിന്. അതുകൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാനും എവിടെ വേണേലും ക്യാരി ചെയ്യാനും ഈസിയാണ്. നമ്മുടെ വാഹനത്തിന്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യുന്നതിന് 4 വ്യത്യസ്ത രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം. അതായത് ഫ്ലെക്സിബിൾ ഹോസ്, ക്രിവേസ് നോസിൽ, മൾട്ടി പർപ്പസ് ബ്രഷ്, ഇതൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ കാറിന്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നോസിൽ ബ്രഷ് ഒന്നും ഫിറ്റ് ചെയ്യാണ്ട് ഈ ഒരു മെയിൻ ഡിവൈസ് വെച്ചിട്ട് കാറിന്റെ താഴ്ഭാഗം, അതായത് നമ്മൾ കാല് വെക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്നുള്ളത് നോക്കാം. AC-വിൻ്റെ കാർ സീറ്റ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ മൾട്ടി പർപ്പസ് ബ്രഷാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്നുള്ളത് നോക്കാം. ഇനി അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്നത് ക്രിവേസ് നോസിലാണ്. അപ്പോൾ ഈ ഒരു നോസിൽ വെച്ചിട്ട് നമുക്ക് കാറിൻ്റെ സീറ്റിൻ്റെ ഇടയിലുള്ള ഇതുപോലുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? സാധാരണ നമ്മൾ ഈ ഭാഗങ്ങളൊന്നും ക്ലീൻ ചെയ്തെടുക്കാറില്ല. അപ്പോൾ ഈ ഒരു ക്രിവേസ് നോസിൽ വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനടക്കുള്ള പൊടികളൊക്കെ വലിച്ചെടുക്കാം. ഫ്ലെക്സിബിൾ
ഹോസ് ഉപയോഗിച്ചിട്ടുള്ള ക്ലീനിങ് നോക്കാം. അപ്പോൾ ഫ്ലെക്സിബിൾ ഹോസ് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വാഹനങ്ങളിൽ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണ് ഇതുപോലെ ബോട്ടിൽസ് ഒക്കെ വെക്കുന്ന ഈ ഒരു ഭാഗം. അപ്പോൾ ഇതിനകത്തോട്ട് ഡയറക്റ്റ് നമുക്ക് വാക്വം ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഫ്ലെക്സിബിൾ ഹോസ് വെച്ചിട്ട് അതിനകത്തുള്ള ഡസ്റ്റ് കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കുക. വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സീറ്റിന്റെ ബാക്ക് സൈഡിൽ വരുന്ന ഈ ഒരു അറുണ്ടല്ലോ, അതിന്റെ ഉൾഭാഗവും ഈ ഒരു ഫ്ലെക്സിബിൾ ഹോസ് വെച്ചിട്ട് കറക്റ്റ് ക്ലീൻ ചെയ്തെടുക്കാം. ഒടുവിൽ ഡസ്റ്റ് ഇതിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പുഷ് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഡസ്റ്റ്ബിൻ റിമൂവ് ചെയ്യുക. അതിനുശേഷം അതിനകത്തായിട്ട് ഫിൽറ്റർ കാണാം. അപ്പോൾ ആ ഒരു ഫിൽറ്റർ എടുത്തതിന് ശേഷം അതിനുള്ളിൽ ഉള്ള ആ ഒരു പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. പിന്നെ ഈ ഒരു ഫിൽറ്റർ ഉണ്ടല്ലോ, നമുക്ക് ഇതിൻ്റെ കൂടെ തന്നിട്ടുള്ള ഒരു ബ്രഷ് വെച്ചിട്ട് ഫിൽറ്റർ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. മാത്രമല്ല ഈ ഫിൽറ്റർ നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഡ്രൈ ആക്കി എടുത്തു വെക്കാം. ആവശ്യം കഴിഞ്ഞാൽ വാക്വം ക്ലീനർ നല്ല ക്ലീൻ ആക്കി ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം ഈ ഒരു ക്യാരി ബാഗിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും ക്യാരി ചെയ്ത് പോകാനും വളരെ ഈസിയാണ്. ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വൈകുന്നേര വിശേഷങ്ങളിലോട്ട് വരാം. അപ്പോൾ ഇന്ന് ചായന്റെ കൂടെ കഴിക്കാൻ ഞാൻ ഈ പഴം വെച്ചിട്ട് 2 ടൈപ്പ് സ്നാക്സ് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതിനിടയ്ക്ക് നമ്മുടെ അനുക്കുട്ടി നേരത്തെ നമ്മൾ പറിച്ച ചാമ്പക്ക ഉണ്ടല്ലോ, അത് കുറച്ച് മുളകും പൊടിയും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓൾ ഉണ്ടാക്കിയ റെസിപ്പിയാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹാഫിക്കുട്ടി നേരെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഓനെ എടുത്തുകൊണ്ട് പണി ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, ഓന് ഞാൻ കിച്ചണിൽ നിൽക്കണ കണ്ട അപ്പം ഓടി വരും കേട്ടോ. എന്നിട്ട് ഞാൻ ഓനെ എടുത്തിട്ട് ജോലി ചെയ്യണം. അങ്ങനെ ഇന്നത്തെ സ്നാക്സ് ഉണ്ടാക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആഫിക്കുട്ടി ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ വീട്ടിൽ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില കുട്ടികൾ ആ പഴത്തിൻ്റെ മുകളിലുള്ള മാവ് ഒഴിവാക്കിയിട്ട് പഴം മാത്രമായിട്ട് കഴിക്കും അല്ലേ. ആ മാവിന് വലിയൊരു ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ചിലർക്കൊന്നും വലിയ കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു പഴംപൊരി ഉണ്ടല്ലോ, ഈ മാവും കൂടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ ഒരു ടൈപ്പ് മാവ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് പഴംപൊരി ഉണ്ടാക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പഴംപൊരിയുടെ റെസിപ്പിയാണ്. പിന്നെ പഴംപൊരിക്കുള്ള പഴം ഞാൻ നീളത്തിലല്ല കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്, പകരം സൈഡിൽ നിന്ന് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ചെറിയ സൈസിലുള്ള പഴംപൊരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബ്രെഡിൻ്റെ ആ ഒരു സ്നാക്ക് പറഞ്ഞില്ലേ, അതിലേക്ക് പഴം ഞാനിങ്ങനെ റൗണ്ടിൽ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇനി പഴംപൊരിക്കുള്ള മാവ് റെഡിയാക്കണം. അപ്പോൾ ഈ ഒരു റെഡ് ബൗള് ഞാനിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് സെറാമിക് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ബൗളാണ്. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് സെറാമിക്കിൻ്റെ വേറെ എന്തൊക്കെ വെറൈറ്റീസാണ് നിങ്ങളുടെ അടുത്തുള്ളതെന്ന്. അപ്പോൾ ഈ ഒരു ബൗളും അടിപൊളിയാണ് കേട്ടോ. ഈ ബൗള് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി. ഇനി പഴംപൊരിക്കുള്ള മാവ് റെഡിയാക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു പാത്രത്തിൽ അല്പം ഈസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂണ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോഴേക്കും നമുക്ക് ഈ മാവിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ മാവ് ഒന്ന് ലൂസാക്കി എടുക്കാൻ നമുക്കിതിലോട്ട് അല്പം പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ പഴംപൊരിക്ക് മാവ് റെഡിയാക്കണ പോലെയല്ല, ഇതിൽ നമ്മൾ പഞ്ചസാരയും പാലും പോരാത്തിന് ഈസ്റ്റും പിന്നെ തേങ്ങ ചിരവിയതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ, നമ്മൾ പഴം ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മാവും കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മാവിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ട് കുറച്ച് സമയം ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പഴംപൊരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ പൊങ്ങി കിട്ടും കേട്ടോ. പഴംപൊരി എന്താ പറയുക, നല്ല ഗുണ്ടുമണി ആയിട്ടുള്ള പഴംപൊരി കിട്ടും.
ഇനി ആ സെയിം ബൗളിലോട്ട് തന്നെ ഞാൻ 2 മുട്ട പൊടിച്ചൊഴിക്കുന്നുണ്ട്. അതുപോലെ ഒരല്പം പാലും പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിന് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ 2 സ്നാക്സും ഒരുമിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ദാ ഞാൻ 2 സ്റ്റവിലും പാത്രം വെച്ചിട്ടുണ്ട്. ഒന്നിൽ പഴംപൊരി, മറ്റേ പാനിൽ നമുക്ക് ബ്രെഡും പഴവും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബ്രെഡിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ സ്ക്വയറിൽ ഒന്ന് കട്ട് ചെയ്ത് ആ പീസ് മാറ്റിയെടുക്കുന്നുണ്ട്. ഈ ഒരു സ്നാക്ക് ഒരുപക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഞാനിത് ഫസ്റ്റ് ടൈം ആണ് നോക്കുന്നത്. പലരും വീഡിയോ ചെയ്ത് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ. അങ്ങനെ ദാ സെൻട്രലിലുള്ള പോർഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി പാനിൽ അല്പം നെയ്യൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് സ്ലൈസ് ഓരോന്നും വെച്ച് കൊടുക്കുക. അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ള പഴം ഉണ്ടല്ലോ, ഇതുപോലൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അതിനകത്ത് കൊള്ളുന്ന രീതിയിൽ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതിന് ഈ പഴത്തിന് മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആ ഒരു മിക്സിൽ നമ്മൾ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, ഓരോന്നും ആ മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ആ പഴത്തിനെ കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. ശേഷം ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി അടുത്തത് നമുക്ക് പഴംപൊരി റെഡിയാക്കി എടുക്കുക. അപ്പോൾ ദാ ഓയിലൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് ആഫി ഓടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഓനെടുക്കാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുന്നുണ്ട്. ഞാൻ ആഫിനെ കൊണ്ട് ഇങ്ങനെ കിച്ചണിൽ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഓനങ്ങനെ ഒതുങ്ങിയിരിക്കും. ഓനങ്ങനെ കച്ചറ കാണിക്കൂല. ഓനക്ക് പേടിയൊക്കെ ഉണ്ട് കേട്ടോ, ചൂടാണ് പൊള്ളുന്നുള്ളത്. ഓനക്ക് ഇപ്പോഴേ കുക്കിംഗ് ഒക്കെ ഭയങ്കര താല്പര്യം തോന്നുന്നു. ഓന് മെയിനായിട്ട് നമ്മൾ എന്താ ചെയ്യണത്, എങ്ങനെയാ ചെയ്യണത് എന്നൊക്കെ നോക്കിക്കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മേലെ കയറി ഇരിക്കണത്. വലിയതായിട്ട് ഉപ്പപ്പാനെ പോലെ വലിയൊരു ഷെഫാവാനാ തോന്നുന്നു. അങ്ങനെ ഒരു ബ്രെഡ് പീസ് അഫിക്ക് കൊടുത്തിട്ട് ഓനൊരു ഭാഗത്ത് സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ പഴംപൊരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പഴംപൊരിക്കുള്ള മാവ് റെഡിയാക്കുമ്പോൾ ഞാനിതിൽ 1/2 ടീസ്പൂണാണ് ഈസ്റ്റ് ചേർത്തിക്കുന്നത്. ഏകദേശം 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ട് ഈ മാവ് ഒന്ന് പൊങ്ങാൻ വേണ്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ പഴംപൊരി. ഞാനിപ്പോൾ അത് ഇൻസ്റ്റൻ്റായിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനിടയ്ക്ക് നൈഷുമ ഇവിടെ ഒരു ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ചായൻ്റെ കടികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതാ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വൈകുന്നേര വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമാക്കണമെന്നുണ്ടെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൊണ്ട് പഴംപൊരിയൊക്കെ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ.